പത്തനംതിട്ട വള്ളിക്കോട് കൊച്ചാലമൂട്ടിലാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചത്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയിലൂടെയാണ് ടിപ്പർ ലോറി കടന്നു വന്നത്. സ്കൂട്ടർ കടന്നു വന്നത് ഒരു ഇടറോഡായിട്ടുള്ള ഈ വഴിയിൽ കൂടിയാണ്. ഇവിടെ നിന്ന് സ്കൂട്ടർ നേരെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും വന്ന ടിപ്പർ ലോറി ഈ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്, അമ്മയും മകളുമായിരുന്നു. ഇതിൽ അമ്മയാണ് ഈ സ്കൂട്ടർ ഓടിച്ചിരുന്നത്. പുറകിലിരുന്ന മകൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി, പ്രമാടം നേതാജി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജസ്നയാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. അമ്മ മകളെ രാവിലെ ട്യൂഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവിടാൻ സ്കൂട്ടറിൽ പോകും വഴിയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. ഈ അപകടം കണ്ട് ആളുകൾ ഓടിക്കൂടി അമ്മയെയും മകളെയും പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചു. പക്ഷേ ജസ്നയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇത് സ്കൂട്ടർ യാത്രക്കാരി അമ്മ ഉപയോഗിച്ചിരുന്ന ഹെൽമറ്റാണ്. ഹെൽമറ്റ് മുഴുവൻ ആ ഒരു അപകടത്തിൽ തകർന്ന നിലയിലാണ്. ഇവിടെ ഇപ്പോൾ ഈ അപകടം കണ്ട ആളുകൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടം സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് നോക്കാം. ഇത് എപ്പോഴാണ് അപകടം സംഭവിച്ചത്? എന്താണ് താങ്കൾ കണ്ടത്? 7 മണിക്ക് മുമ്പാണ്. അപ്പം ഞാൻ കട കച്ചവടമുള്ള റോഡിൽ, അപ്പം ഒരാൾക്ക് ചായ കൊടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ടിപ്പർ വരുന്നത്. ഈ തള്ളയും കുട്ടിയുടെ ഇവിടുന്ന് ബൈക്ക് ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ഈ ടിപ്പറിൻ്റെ വരവ് നല്ലതാണ് വന്ന്. പിന്നെ കാണുന്നത് സൗണ്ട് മാത്രമാണ് കാണുന്നത്. സൗണ്ട് ഭയങ്കര സൗണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ചെതറി കിടക്കുക. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനൊന്നും പിടി കിട്ടുന്നില്ല. തള്ള അവിടെ കിടപ്പുണ്ട്. ഇടിച്ചതിൽ ഒരു 3 മീറ്ററോളം തള്ള തെറിച്ച് പോയി. കുട്ടി ആ ബൈക്കിൻ്റെ അകത്ത് തന്നെ കിടക്കായിരുന്നു. ചെറുതായിട്ടൊന്ന് പിടയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒട്ടാപ്പുറത്തെ കാണുന്ന ചേട്ടനാണ്. ഈ ചേട്ടനാണ് അനിയെന്ന് പറയും. പുള്ളി പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ വണ്ടി കയറ്റി ഇവിടുന്ന് 2 കിലോമീറ്റർ മുതൽ തിരിഞ്ഞ് മരിച്ചു. അതൊരു ജീവനുണ്ടായിരുന്നു. എൻ്റെ വണ്ടി തന്നെ നടന്നു മരിച്ചു. എൻ്റെ ടിപ്പർ നല്ല സ്പീഡായിരുന്നു. അവർ ചവിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളി വിട്ടിട്ട് പോയില്ല. ഇവിടുന്ന് ഒരു 50 മീറ്റർ കഴിഞ്ഞ് ടിപ്പറിനും കൂടെ ഒന്ന് സഹായിച്ചു. സംഭവം കാരണം ഈ ഭാഗത്തു കൂടി, ഈ റോഡിൽ കൂടി ടിപ്പർ ലോറി നല്ല വേഗതയിലാണ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ലോറികൾ വേഗത്തിലാണ്, അമിതമായിട്ട് വേഗത്തിലാണ് പോകുന്നത്. ഒരു നിയന്ത്രണവും ഇല്ല. ഇനി ആരും സംഭവിക്കും. ഈ കോട്ടയം അന്തിച്ചന്ത ജംഗ്ഷനിൽ ഡി ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ കടയുടെ ഫ്രണ്ടിൽ വണ്ടി ഇടിച്ചു കയറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ടിപ്പർ ലോറി തന്നെ ആ വളവിനുള്ളത്. അന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങളോട് ഒന്നിച്ച് തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം വെച്ചതാണ്. തുടർന്ന് ഇതിപ്പോൾ വീണ്ടും 2ാമത്തെ വട്ടമാണ് ഒരു സ്കൂൾ കുട്ടിയെ ഇന്ന് രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു ടിപ്പർ വന്നിടിച്ചത്. ഇത് നിരന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേഗത നിയന്ത്രിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗമേ നമുക്കിതിന് ശാശ്വതമായിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ടൈമിലെങ്കിലും രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ആ സമയത്ത് ഇതിന് ഒരു വേണ്ടതായ തീരുമാനങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു അപേക്ഷ. ഈ ടിപ്പർ ലോറികൾ ഈ റോഡിൽ കൂടി അമിത വേഗതയിൽ പോകുന്നത് സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? അതിനെതിരെ നടപടികളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നിരന്തരം പരാതികളൊക്കെ പോയിട്ടുള്ള ടിപ്പർ അമിത വേഗതയിലാണ് പോകുന്നതിനുള്ള പരാതികൾ എല്ലാവരുടെയും ഭാഗത്തുണ്ട്. ഇപ്പം തന്നെ ജോൺസൺ പറഞ്ഞത് അവിടുത്തെ ആ ആക്സിഡന്റ് നടന്നപ്പം എല്ലാവരും കൂടെ അന്നത്തെ ആ വിഷയം പരാതിപ്പെട്ടതാണ്. എന്നിട്ടും ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ടൈമിൽ ഈ പറഞ്ഞിരിക്കുന്ന ടിപ്പറുകളുടെ അമിത വേഗത നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് സ്ഥിരമായിട്ടുള്ളൊരു നടപടിയാണ്. ഞെക്കലം പാലം, കിഴക്ക് ഞെക്കലം പാലത്തിനോടനുബന്ധിച്ച് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടാകാറുണ്ട്, ചെക്കിംഗ് നടക്കാറുണ്ട്. അതിനകത്ത് ഞങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നില്ല. പക്ഷേ രാവിലെ ഈ സ്കൂൾ ടൈമിൽ ചെക്കിംഗ് ഇല്ല എന്ന് കാണുമ്പോൾ ഇവർ പയ്യെ വണ്ടി എടുത്ത് കുറേശ്ശെ മുന്നോട്ട് കൊണ്ടുപോകും. അവരുടെ ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കാം. അതൊന്നും നിയന്ത്രിക്കാതെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞെക്കലം പാലത്തിൻ്റെ അവിടെ ചെക്കിങ്ങുകൾ മിക്ക ദിവസങ്ങളും രാവിലെ വൈകുന്നേരം ഉണ്ട്. എന്നിരുന്നാൽ പോലും രാവിലെ സ്കൂൾ ടൈമിലാണ് ഈ വാഹനം നിർത്തിയിടുക എന്നുള്ള ഒരു നിയമം പാലിക്കപ്പെടുന്നില്ല. അത് ഈ കൊച്ചാലമൂട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ടിപ്പർ ലോറികളായാലും മറ്റു വാഹനങ്ങളായാലും ജംഗ്ഷനുകളിൽ കൂടി കടന്നു പോകുമ്പോൾ വേഗത അല്പം കുറയ്ക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ഭാഗത്തെങ്കിലും വാഹനങ്ങൾ വേഗത കുറച്ച് പോകേണ്ടതല്ലേ? അതല്ലേ എൻ്റെ ശരി? 100% ശരി തന്നെ. എന്നുവെച്ചാൽ ഇഷ്ടംപോലെ രാവിലെ സ്കൂൾ കുട്ടികളും ഗവൺമെൻറ് ജോലിക്കാരും നിരന്തരം എപ്പോഴും വന്ന് നിൽക്കുന്ന സ്ഥലമാണ്.
വണ്ടി ഒരു നിയന്ത്രണമില്ലാതാണ് ഇതിലെ ഓടുന്നത്. കാരണം ഈ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരും ഈ റൂട്ടിലൂടെയാണ് മെയിനായിട്ട് ബസ് സർവീസ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരും ഇങ്ങനെ ബസ് കയറി പത്തനംതിട്ട പോകാനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. മുഴുവൻ ഇതുവഴിയാണ്. പള്ളിക്കോട് ടു വകയാർ റൂട്ടുമാണ് ഇത് മെയിൻ വരുന്നത്. രാവിലെ തന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന ആ സമയത്ത് ടിപ്പർ ലോറികൾ വളരെയധികമാണ് ഈ ഭാഗത്തുകൂടി പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും 11 മണിക്ക് ശേഷമാണെങ്കിൽ പോലും ടിപ്പർ ലോറികൾ ധാരാളമായിട്ട് ഈ പ്രദേശത്തോട് പോകുന്നുണ്ട്. കോന്നിയിൽ ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ പാറമട ഉള്ളതിനാൽ കായംകുളം മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഈ കല്ല് കൊണ്ടുപോകുന്നത് ഈ ഭാഗത്തുകൂടി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ വേഗത കുറയ്ക്കുവാണെങ്കിൽ ജനങ്ങൾക്കത് വളരെ തന്നെ ഒരു ഉപകാരമായിരിക്കും. നാളത്തെ ഭാവി തലമുറ, ഇന്ന് അത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 10ൽ പഠിക്കുന്നതാണ്. ആ ഒരു കുടുംബത്തിൻ്റെ ഇളയൊരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ക്ലാസ്സിൽ നല്ലപോലെ നമ്മുടെ പ്രമാടത്ത് നേതാജി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിനുണ്ടായ വിഷമം എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഉപരി ആ മാതാപിതാക്കൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പ്രദേശത്തെ എല്ലാവരും അത് മാനിച്ചുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ കൂടുകയും ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ അത് ബന്ധപ്പെട്ട അധികാരികൾ അതിനൊരു മുൻകൈ എടുക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ഏതായാലും ഈ ഒരു അപകടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ടിപ്പർ ലോറി ഈ അപകട സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഈ റോഡിൽ കൂടി ടിപ്പർ ലോറികൾ അമിത വേഗതയിലാണ് കടന്നു പോകുന്നത് എന്നാണ്. ഈ അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജസ്നയ്ക്കാണ് ജീവൻ നഷ്ടമായത്. അതിൻ്റെ ഒരു വേദനയിൽ കൂടിയാണ് ഈ കൊച്ചാലമൂട് ഈ ഭാഗത്തെ ആളുകൾ. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.